എപ്പോഴും പറയണം എന്താണ്, എനിക്ക് നല്ല സന്തോഷമാണ്, എൻ്റെ കൂടെ കർത്താവ് ഉണ്ട്. വചനം പറയുന്നുണ്ട്, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം പറയുന്നതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താണ് പറയുന്നതാണ് സംഭവിക്കാൻ പോകുന്നത്, പറയുന്നതാണ് നടക്കാൻ പോകുന്നത്. വചനം മത്തായി 12:37, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നിന്റെ വാക്കുകളാൽ ജീവിതത്തിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേൾക്ക്. ഇന്ന് രാത്രി ഇതാ നിന്റെ വഴി തുറക്കപ്പെടാൻ പോവാണ്. ആമേൻ. ഇത് വെറുതെ പറയുന്നതല്ല, വെറുതെ പറയില്ല. പറയുന്നതിന്റെ എല്ലാ ആധാരം എഴുതപ്പെട്ട വചനമാണ്. എനിക്കുണ്ടായ അനുഭവങ്ങളോ ഞാൻ കണ്ട ജീവിതങ്ങളോ മനുഷ്യർക്കുണ്ടായ അനുഭവങ്ങൾ ആരെങ്കിലും എന്നോട് പറഞ്ഞതോ അല്ല. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയുന്നതിന്റെ ആധാരം അത് ഈ വചനത്തിലുള്ളൊരു ഉറപ്പാണ്. എഴുതപ്പെട്ട വചനത്തിന് മാറ്റം വരില്ല. മനസ്സിലായല്ലോ? മത്തായി 5:18, ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറില്ല. നോട്ട് ഈവൻ ആൻ അയോട്ട എന്നാണ്. അയോട്ട എന്ന് പറഞ്ഞാൽ ഗ്രീക്കിലെ ഒരു ചെറിയ പങ്ക്ച്വേഷൻ മാർക്കാണ് അയോട്ട. അതുപോലെ ഒരു പുള്ളി പോലും മാറത്തില്ലെന്നാ പറയുന്നത്. ആകാശം മാറിയേക്കാം, ഭൂമി മാറാം, എന്റെ വാക്കിന് മാറ്റം വരില്ല, എന്റെ വാക്കിന് മാറ്റം വരില്ല. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വാക്കാണിത്. പരാജയം അതിങ്ങനെ വായി കയറി കയറി വരിക. അതുകൊണ്ട് അവർക്കുള്ള ദൂത് കേട്ടോ, അതായത് തോറ്റു കിടക്കുക. വീട്ടിൽ സംസാരമില്ല, അരിശമാണ്. ആ അരിശം എന്തിന്റെ അടയാളം എന്നറിയാം? അതൊരു നിരാശയുടെ അടയാളമാണ്, അത് ഫ്രസ്ട്രേഷനാണ്. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ദേഷ്യം. അത് നീ നിരാശപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ മണിനാദമാണ്. അത് വിളിച്ചു പറയുകയാണ്, നിന്റെ അകത്ത് നിരാശ കിടപ്പുണ്ട്. മറച്ചു പിടിച്ച ദുഃഖമാണ് കോപം. എന്തേ പറഞ്ഞേ? മറച്ചു പിടിച്ച ദുഃഖമാണ് കോപം. മറച്ചു പിടിച്ച ദുഃഖമാണ് കോപം. എല്ലാ കോപത്തിന്റെ അടിയിൽ സങ്കടമുണ്ട്. ആ സങ്കടമാണ് കോപം. അതുകൊണ്ട് കോപം മാറണമെങ്കിൽ ദുഃഖം മാറണം. ദുഃഖം മാറണമെങ്കിൽ നിന്റെ അകത്ത് കിടക്കുന്ന ദുഃഖം മാറ്റാൻ കഴിവുള്ളവന്റെ അടുത്ത് പോണം. പരാജയപ്പെട്ട്, അതായത് വഴി തുറക്കപ്പെടുന്നില്ല. എനിക്ക് ഒരുപാട് മനുഷ്യര് ലോകത്തിന്റെ നാനാഭാഗത്ത് വെച്ച് ഓടി വന്ന് സന്തോഷത്തോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞങ്ങൾ വചനം കേട്ട്, അച്ഛന് ഞങ്ങളെ അറിഞ്ഞൂടാ, നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ വചനം കേട്ടു, ആ സ്ഥലത്ത് കൺവെൻഷന് ഞങ്ങൾ വചനം കേട്ടു, ഈ സ്ഥലത്ത് കൺവെൻഷന് ഞങ്ങൾ വചനം കേട്ടു. അച്ഛാ അന്ന് മുതല് കർത്താവ് എന്റെ വഴി തുറന്നു തരാൻ തുടങ്ങി. വഴിമുട്ടി നിന്നതാണ്. ഇന്ന് നിന്റെ ഊഴമാണ്. ദൈവം വഴി തുറക്കും. ജോബ് 42:2, കർത്താവേ അങ്ങേക്കെല്ലാം സാധ്യമാണ്, അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ല. ഒരു ശക്തിക്കും നിന്റെ മുന്നോട്ടുള്ള പോക്കിനെ തടയാൻ പറ്റില്ല. ഒരു ശക്തിക്കും നീ മുന്നോട്ട് പോകുമ്പോൾ നിന്നെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. കാരണം ദൈവമാണ് നിന്നെ മുന്നോട്ട് വിടുന്നത്. അപ്പൊ അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, ഈ കർത്താവിന്റെ വചനത്തിൽ പരാജയപ്പെട്ട് കിടക്കുന്ന മക്കള് ബൈബിൾ എടുക്കണം. ദൈവം ഇന്നു മുതൽ നിന്നെ അനുഗ്രഹിച്ചിരിക്കും.